ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങൾ ആരെയാണോ മനസ്സിൽ ചിന്തിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മുഖം മനസ്സിൽ ചിന്തിച്ചതിന് ശേഷം നിങ്ങളിതിൽ നിന്നും ഒരു ഫയൽ സെലക്ട് ചെയ്യുക. ആ ഒരു വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ, ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്താണ്, അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം എന്താണ്, അതിനെക്കുറിച്ചൊക്കെ അവരെക്കുറിച്ച് നിങ്ങൾ ആരെയാണോ മനസ്സിലൊരു മുഖം ചിന്തിച്ചിട്ടൊരു ഫയൽ എടുക്കുന്ന ആ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള റീഡിംഗ് ആയിരിക്കും കൂടുതൽ വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ ഫയൽ. ഈ ഒരു ഫയൽ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ 3 തവണ ശ്വാസം വലിച്ചതിന് ശേഷം 3 തവണ ശ്വാസം വലിച്ചെടുത്ത് വിട്ടതിന് ശേഷം നിങ്ങൾ ആ ഒരു വ്യക്തിയെ മനസ്സിൽ ചിന്തിക്കണം. ആ ഒരു സമയത്താണ് നിങ്ങളിൽ വഴി ഒരു എനർജി പാസ് ചെയ്ത് നമ്മളൊന്ന് റീഡിങ് നോക്കാൻ പോകുന്നത്. അതേമാതിരി നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ ഫയൽ, ഫസ്റ്റ് ഫയൽ. ഈ ഒരു ഫയൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിങ്ങാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾ ഫസ്റ്റ് ഫയൽ, ഒന്നാമത്തെ ഫയൽ സെലക്ട് ചെയ്ത വ്യക്തിയുടെ, നിങ്ങൾ ആരാണോ മനസ്സിൽ ചിന്തിച്ചിരിക്കുന്നത് ആ ഒരു വ്യക്തിയുടെ എനർജി ഫസ്റ്റ് ഫയൽ, ഒന്നാമത്തെ ഫയൽ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഫയൽ നമുക്ക് കുറച്ചധികം കാർഡ്സ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണ് ഫസ്റ്റ് ഫയൽ ചൂസ് ചെയ്ത വ്യക്തികളടുത്ത് ഒരു ഓക്കെ. അപ്പം ഒന്നാമത്തെ ഫയൽ സെലക്ട് ചെയ്ത വ്യക്തികൾ, നിങ്ങൾ ആരെയാണോ മനസ്സിൽ വിചാരിച്ച ആ ഒരു വ്യക്തിയുടെ ക്യാരക്ടറൈസേഷൻ എന്ന് പറയുന്നത്, ആ വ്യക്തി ഭയങ്കരമായിട്ടും ഹമ്പിളായിട്ടുള്ളൊരു വ്യക്തി. ഇത് കുറച്ചധികം ആൾക്കാരുടെ റീഡിങ് ആയത്, അല്ലെങ്കിൽ കുറച്ചധികം ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പം നിങ്ങൾ ഈ ഒരു ഫസ്റ്റ് ഫയൽ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങളത് ഫുള്ള് കേൾക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് റീസണേറ്റ് ആവുള്ളൂ. എങ്ങനെയാണിത് കറക്റ്റ് കത്തോളും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വ്യക്തി, നിങ്ങൾ ആരെയാണോ മനസ്സിൽ വെച്ചാൽ ആ വ്യക്തി ഭയങ്കരമായിട്ടൊരു പാഷനേറ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ കഴിവ് മനസ്സിലാക്കി പെരുമാറാൻ ശേഷിയുള്ളൊരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നു. ഇത് നിങ്ങളുടെ ഹസ്ബൻഡാണോ, മേ ബി നിങ്ങളുടെ വൈഫായിരിക്കാം, മേ ബി ഇത് നിങ്ങളുടെ റിലേഷനിലായിരിക്കാം. പക്ഷെ നിങ്ങളുമായിട്ട് ഒരു ഫെമിനൈൻ എനർജി ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതായത് ആ വ്യക്തി എന്ന് പറയുന്ന ഒരു ഡിവൈൻ സപ്പോർട്ടുള്ള, അല്ലെങ്കിൽ ഡിവൈൻ പവറുള്ളൊരു വ്യക്തിയെക്കുറിച്ചാണ് നിങ്ങൾ ആലോചിച്ചൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ. നിങ്ങൾക്ക് അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വ്യക്തിയെക്കുറിച്ചാണ് നിങ്ങളിത് ഫയലെടുത്തേക്കുന്നത്. സത്യം, നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും ഫീൽ തോന്നുന്നത്, നിങ്ങൾ ഭയങ്കരമായിട്ടും ഈ വ്യക്തിയുടെ മുന്നിൽ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. അത്രയും കംഫർട്ടബിളായി ഭയങ്കര ജെനുവിൻ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം ഈ ഒരു വ്യക്തി. നിങ്ങൾ ആരെയാണോ ഫയൽ സെലക്ട് ചെയ്ത്, ഈ വ്യക്തി നിങ്ങൾ ഭയങ്കരമായിട്ടും ഡീപ്പിലി നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ പോലും മനസ്സിലാക്കാണ്ട്, നിങ്ങൾ പോലും ചിന്തിക്കാണ്ട് നിങ്ങൾ ഈ വ്യക്തിയിൽ അട്രാക്റ്റീവാണ്. ഐ തിങ്ക് ഭയങ്കര അട്രാക്റ്റീവാണ് നിങ്ങൾ ഈ വ്യക്തിയിൽ. കുറേ അധികം ആൾക്കാരുടെ സിറ്റുവേഷൻ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളിൽ വെളിച്ചം പകർന്നൊരു വ്യക്തിയാണ്. നിങ്ങളെ ഭയങ്കരമായിട്ടും ഒരു സമയത്ത് നിങ്ങൾ പെട്ട് നിന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ പ്രശ്നത്തിൽ നിന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്ന്, കുറേ കാര്യങ്ങൾ പഠിപ്പിച്ച് തന്ന് നിങ്ങളാക്കി മാറ്റിയ ഒരു വ്യക്തി ആയിരിക്കാം. പക്ഷേ ആ ഒരു ടൈം ആവുന്ന സമയത്ത് കുറച്ചധികം സിറ്റുവേഷൻസ് ഡാർക്കായി മാറുന്നൊരു ടൈമായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടി മാനിഫെസ്റ്റേഷൻ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടി നിങ്ങളുടെ അടുത്തോട്ട് വരിക, അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയെ ആരാധിക്കുന്നുണ്ട്, നിങ്ങൾ ഈ വ്യക്തി ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങളെ പോലും അറിയാണ്ട് നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടി എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡിവൈൻ സപ്പോർട്ടുള്ള വ്യക്തി ആയതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ ലൈഫിൽ ഭയങ്കരമായിട്ടുള്ള ട്രാൻസ്ഫർമേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് കുറേ കാർമിക്കും സിറ്റുവേഷൻസും ഒക്കെ ഈ വ്യക്തിയുടെ ലൈഫിലുണ്ട്. ഈ വ്യക്തി ഒരു ഭയങ്കര പവർഫുൾ വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഒരു എന്താ പറയുക, ഈ വ്യക്തിയുടെ ഒരു ശക്തി എന്ന് പറയുന്നത്, ഈ വ്യക്തി ആരും ഡിപ്പെൻഡ് ചെയ്യാത്തൊരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരു മനുഷ്യനും വേണ്ട ഈ വ്യക്തിക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ, ആരെയും ഡിപ്പെൻഡ് ചെയ്യാൻ. കാരണം ഈ വ്യക്തിയുടെ വേരിരിക്കുന്നത് ഈ വ്യക്തിയുടെ മണ്ണിൽ, അതായത് ഈ വ്യക്തിയുടെ അച്ഛനിൽ നിന്നോ അമ്മയിൽ നിന്നോ കിട്ടിയൊരു ജീൻ വഴി ഈ വ്യക്തി മികച്ചുകൊണ്ട് വന്നതുകൊണ്ട് തന്നെ വലുതായിട്ട് ടെൻഷൻ അടിക്കലോ, വലുതായിട്ട് അങ്ങനത്തുള്ള ഒരു ഗാംഭീര്യമുള്ള, അല്ലെങ്കിൽ ഒരു ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് കൂടുതലും എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആ ഒരു എനർജി എനിക്ക് കാണുന്നത് അതാണ്. ഐ തിങ്ക് ഈ ഒരു വ്യക്തി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ കണ്ടൊരു വ്യക്തി പല ആൾക്കാരിലും ഇൻസ്പിറേഷൻ ആയിരിക്കും. ഫിനാൻഷ്യലി മെച്ചമുണ്ടാവുന്ന ആൾക്കാരായിരിക്കാം,
ഫിനാൻഷ്യലി അല്ലെങ്കിൽ ഫിനാൻഷ്യലി നിങ്ങൾക്ക് മെച്ചമുണ്ടാവുന്നുണ്ട്. അതേപോലെ തന്നെ മെച്ചമുണ്ടായേക്കാം, പലർക്കും ആ ഒരു വ്യക്തി കാരണം മെച്ചമുണ്ടായേക്കാം. പിന്നെ കരിയർ, ഫിനാൻസ്, ജോബ് ബേസ്, ആ വ്യക്തി ചെയ്യുന്ന ഫീൽഡ്, അതൊക്കെ വെച്ചിട്ട് ഭയങ്കരമായിട്ടും ഒരു ഡിവൈൻ സപ്പോർട്ട്, ഒരു ഭയങ്കരമായിട്ടൊരു ദൈവവിശ്വാസി ആയിരിക്കാം മേ ബി. ഐ തിങ്ക് അവൻ നല്ല ചാൻസ് ഉണ്ട്. നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന വ്യക്തി ഭയങ്കരമായിട്ടുള്ളൊരു ഡിവൈൻ പവറുള്ള, ഭയങ്കരമായിട്ടും പവർഫുള്ളായിട്ട് മൈൻഡ് സെറ്റുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. വിചാരിച്ച കാര്യം എന്തായാലും ആ വ്യക്തി നടത്തിയിരിക്കും. ഭയങ്കര വാശിയുള്ളൊരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഭയങ്കരമായിട്ടുള്ളൊരു ഇൻറ്റ്യൂഷൻ ഉള്ളൊരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഭയങ്കരമായിട്ടും ആരുടെ വലിയ ദേഷ്യമൊന്നും ഇല്ലെങ്കിൽ പോലും ഭയങ്കര നിഷ്കളങ്കമായ സ്വഭാവമാണെങ്കിൽ പോലും നിഷ്കളങ്കമായിട്ടുള്ളൊരു സ്വഭാവമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ വ്യക്തിയുടെ കയ്യിൽ ഭയങ്കരമായിട്ട് പവറുണ്ട്, കളി അറിയാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഭയങ്കരമായിട്ട് ജെനുവിൻ ആയിട്ടുള്ളൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഫീൽ കംഫർട്ടബിളാക്കി നിർത്താൻ പറ്റും ആരെയും, ഫീൽ ലവ് ചെയ്ത് നിർത്താൻ പറ്റും ആരെയും, എനർജി എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. ആ വ്യക്തിയുടെ കൂടെ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ എനർജി ആയിട്ട് മാറുന്നൊരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളിപ്പം ആ വ്യക്തിയുടെ അടുത്തോട്ട് പോകുമ്പോഴത്തേക്കും നിങ്ങൾ ആ വ്യക്തിയുടെ ഇതായിട്ട് മാറും. കാരണം ജെനുവിൻ വ്യക്തി ആയതുകൊണ്ട് തന്നെ ആ വ്യക്തിയായിട്ട് നിങ്ങൾ മാറുന്നൊരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതേപോലെ തന്നെ ആ വ്യക്തിയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ ലൈഫിലോട്ട് ആ വ്യക്തി വന്ന് ടേക്ക് കെയർ ഓഫ് നീഡ്സ്, ആ വ്യക്തിയുടെ ആവശ്യങ്ങൾ എന്താണോ അതിനനുസരിച്ച് അവർ നിങ്ങളുടെ അടുത്ത് മടിക്കാതെ വന്ന് ചോദിക്കും. പണമാണെങ്കിലും സെക്സ് ആണെങ്കിലും എന്താണെങ്കിലും ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് വന്ന് ചോദിക്കാൻ മടിക്കില്ല. അതൊരു പ്ലസ് പോയിൻ്റാണ് ആ വ്യക്തിയെ സംബന്ധിച്ച്. പാസ്റ്റ് ലൈഫ് കണക്ഷനായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ വ്യക്തിയുടെ ഒരു ഡിവൈൻ പവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മരിച്ചുപോയ ആരോ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഡിവൈൻ പവറായിട്ട് ഈ വ്യക്തിയുടെ കൂടെ ആ വ്യക്തിയെ കൈ പിടിക്കാൻ വേണ്ടി, ഒരു ഹോൾഡ് ചെയ്യാൻ വേണ്ടി, സ്പേസ് കൊടുക്കാൻ വേണ്ടി ഈ വ്യക്തി ആർക്കു വേണ്ടി സ്പേസ് കൊടുക്കുന്നുണ്ട്. മേ ബി അച്ഛനായിരിക്കാം, അമ്മയായിരിക്കാം, പാസ്റ്റ് ലൈഫിലുള്ള കണക്ഷൻ, ഏതോ ഒരു അദൃശ്യ ശക്തി, ഒരു ആൻസിസ്റ്റർ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ടും കൈതെളിക്കുന്നുണ്ട്. ആ ഒരു പവർ കാരണം, അല്ലെങ്കിൽ ഒരു ഡിവൈൻ പവർ, അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫിൽ ഡിവൈൻ പവർ ആയതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക, റീചാർജ് ചെയ്യാനുള്ളൊരു പവർ എവിടെ നിന്നൊക്കെയോ കിട്ടുന്നുണ്ടെന്നുള്ളതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച വ്യക്തി സ്പിരിച്വൽ ഗൈഡ്സ്, അതേപോലെ തന്നെ ആൻസിസ്റ്റേഴ്സൊക്കെ ഈ വ്യക്തിയുടെ കൂടെ ഉള്ള ഒരു വ്യക്തിയായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇറ്റ്സ് എ ഹ്യൂമൻ ബീങ്. എല്ലാവരുടെ ലൈഫിലും ഇവരൊക്കെ ഉണ്ടാവും, പഞ്ചഭൂതങ്ങൾ ഇവരൊക്കെ എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും. പഞ്ചഭൂതങ്ങളാൽ കാർമിക് സിറ്റുവേഷനൊക്കെ മരക്കും, അനുഭവങ്ങളാൽ പണി പഠിച്ചൊരു വ്യക്തിയാണ്. അനുഭവങ്ങൾ കൊണ്ട് കുറേ പ്രശ്നങ്ങൾ ഈ വ്യക്തിയുടെ ലൈഫിൽ കൊച്ചിലേ ഉണ്ടായിട്ടുണ്ട്. ചെറുപ്രായത്തിൽ തന്നെ കുറേ അധികം സ്പിരിച്വലി അവേക്കനിങ് ആയ വ്യക്തിയായിട്ട് കാണാൻ പറ്റും. സ്പിരിച്വലി ഭയങ്കരമായിട്ടും കണക്റ്റഡ് ആയിരുന്ന ഒരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഒരു ജെന്യുൻ വ്യക്തിയായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. ഈ വ്യക്തിക്ക് ഒരു ഗിഫ്റ്റ് പരമായിട്ട് സ്പിരിച്വൽ ഒരു അവേക്കനിങ് കിട്ടിക്കാണും, മേ ബി, ഐ തിങ്ക് കിട്ടിക്കാണും. അല്ലെങ്കിൽ സ്പിരിച്വൽ പരമായിട്ടുള്ള കാര്യങ്ങളിൽ ഭയങ്കരമായിട്ടും അഗ്രഗണ്യൻ ആയിരിക്കാം. ഐ തിങ്ക് ഈ വ്യക്തി മേ ബി ഫാദർ, മദർ, അങ്ങനത്തെ ഒരു ഗിഫ്റ്റഡ് ആയിട്ട് കിട്ടിയൊരു വ്യക്തി ആയിരിക്കാം. ഐ തിങ്ക് അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ കാണിക്കുന്നു. പക്ഷേ ഈ വ്യക്തി എന്ന് പറയുന്നത് ജെനുവിൻ ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ ഒരു എന്താ പറയുക, വിധിപ്രകാരം ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരേണ്ട ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. വിധിപ്രകാരം ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരും. ആ ഒരു വരേണ്ട ടൈം ആകുമ്പോൾ ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വന്ന് നിങ്ങളെ എനർജി എക്സ്ചേഞ്ച് ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോവേണ്ട വ്യക്തിയാണെന്നുള്ള അങ്ങനെ പോവുക തന്നെ ചെയ്യും. ഇതൊരു പാഷനേറ്റായിട്ട് നടക്കുന്നതല്ല, ഇതൊരു അത് നടന്നു പോകുന്നതാണ്. കാരണം ഇറ്റ്സ് എ ഡിവൈൻ പ്ലാൻ അനുസരിച്ച്. ഇപ്പം ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് ഇത് നിങ്ങൾ വിചാരിച്ച വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ലവ് പറഞ്ഞ റിലേഷൻഷിപ്പ് അച്ഛനായിരിക്കും, അമ്മയായിരിക്കും, ആരുമായിരിക്കും. പക്ഷേ ഈ ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുന്ന, അതിൽ എല്ലാവരിലല്ല, ചില ആൾക്കാരിൽ പ്രവർത്തിക്കുന്ന എന്ന് പറയുമ്പോഴത്തേക്കും അത് അവരായിരിക്കില്ല. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവന്ന് തന്ന നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സോ ആരെങ്കിലും ആയിരിക്കും ഇതിൽ പ്രവർത്തിക്കുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളെ പണി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എനർജി അതിൽ കാണാൻ പറ്റുന്നുണ്ട്. പാസ്റ്റ് ലൈഫ് കാർമിക് സിറ്റുവേഷൻസ് കാണാൻ പറ്റുന്നുണ്ട്. ഈ വ്യക്തിയും നിങ്ങളും തമ്മിൽ എന്തൊക്കെയോ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ, എന്തൊക്കെയോ ഒരു അടിപിടി കേസുകൾ, അല്ലെങ്കിൽ സോൾ പരമായിട്ടുള്ളൊരു കണക്ഷൻ, എന്തൊക്കെയോ ഉപദ്രവം അല്ലെങ്കിൽ അടിപിടി കേസൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ മാനിഫെസ്റ്റേഷനായി കറണ്ട് സിറ്റുവേഷനിൽ തന്നെ നിൽക്കുന്നത് കൊണ്ട് ഇതൊക്കെ മാനിഫെസ്റ്റേഷനായി പോയി. ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലിട്ട് നിങ്ങൾക്ക് തന്നൊരു സാഹചര്യം, അല്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിച്ചൊരു വാല്യൂ എന്ന് പറയുന്നത് ഭയങ്കര വലുതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു സമയത്ത് എനിക്ക്. അതേപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കാനുള്ള കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും, ഇപ്പം ഐ തിങ്ക് നിങ്ങൾ ഈ ഒരു വ്യക്തിയെ സെലക്ട് ചെയ്തത് നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു വ്യക്തിയുടെ താല്പര്യം ഉണ്ടായിട്ടായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് കുറേയധികം പ്രശ്നങ്ങളും കാര്യങ്ങളും തന്ന വ്യക്തി ആയിരിക്കാം. കുറേ അധികം നിങ്ങൾ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വരണം എന്ന് ആഗ്രഹിച്ച വ്യക്തിയിലായിരിക്കാം. പക്ഷേ നിങ്ങൾ മേ ബി ഈ വ്യക്തി നിങ്ങളെ ക്രൂവലായിട്ട്, ചില ആൾക്കാർക്ക് ക്രൂവലാക്കി നിങ്ങളെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആൾക്കാരായിരിക്കാം. പക്ഷേ
നിങ്ങളെ ഗ്രൗണ്ടഡ് ആക്കാൻ വേണ്ടിയിട്ട് ഈ വ്യക്തി ഒരു എന്തൊക്കെയോ ഒരു ഇത് ചെയ്തിട്ടുണ്ട്. കാരണം പാസ്റ്റ് ലൈഫ് കണക്ഷനായിട്ട് അത് കുറേ അധികം കണക്ഷൻസ് മേ ബി നിങ്ങൾ കഴിഞ്ഞ ജന്മം മനുഷ്യനല്ലായിരിക്കാം, വേറെ എന്തെങ്കിലും ഒരു ജന്മമായിരിക്കാം. അപ്പം അതിൻ്റെയൊക്കെ ഒരു കർമ്മം സംഭവങ്ങളൊക്കെ ഈ ഒരു ജന്മത്തിൽ വന്ന് തീർക്കാൻ വേണ്ടിയിട്ടുള്ള സിറ്റുവേഷനായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു പക വീട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ജന്മം വന്നിട്ട് ആ കാർമിക് സിറ്റുവേഷനൊക്കെ മാറിയിട്ട് ഇൻഫ്ലെയിം ജേണിയിലോട്ട് പോകുന്ന കുറേ അധികം വ്യക്തികൾ കാണാൻ പറ്റുന്നുണ്ട്. പാസ്റ്റ് ലൈഫ് കണക്ഷൻ കാണാൻ പറ്റുന്നുണ്ട്. ഭയങ്കരമായിട്ടും എന്താ പറയുക, വാശിയുള്ള എന്ത് നേടണം എന്നുള്ളൊരു വ്യക്തികളായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് കാടിൻ്റെ നിയമം അനുസരിച്ച് ഇവിടെ കൊല്ലുക, ചാവുക അങ്ങനെയൊക്കെയുള്ള നിയമം അനുസരിച്ചാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന കാർമിക് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ, ഈ ഒരു വ്യക്തി നിങ്ങളുടെ പാർട്ണർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വന്നത് മനുഷ്യത്വപരമായിട്ട് വന്ന് ഇപ്പോൾ ഭയങ്കര അലമ്പുണ്ടായിട്ടായിരിക്കാം, അല്ലെങ്കിൽ അമ്മയാണോ അച്ഛനാണോ ആരും ആയിരിക്കാം. പക്ഷേ ഒരു എന്തോ ഒരു പാവം ജെന്യൂനായിട്ടാണ് കുറച്ചധികം ആൾക്കാരെ എനിക്കിവിടെ ജെന്യൂനായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ കുറച്ചധികം വ്യക്തികൾ നിങ്ങൾക്ക് ലേറ്റപ്പായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കുറച്ചധികം വ്യക്തികൾ കാർമി തരാൻ വേണ്ടി വന്ന വ്യക്തി, കുറച്ചധികം വ്യക്തികൾ ഹമ്പിളായിട്ട് നിങ്ങൾക്ക് റീചാർജ് തരാൻ പറ്റുന്ന വ്യക്തികളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കുറച്ചധികം വ്യക്തികൾ നിങ്ങളെ പണി പഠിപ്പിക്കാൻ വന്ന വ്യക്തികളായിട്ട് കാണാൻ പറ്റുന്നു. കുറച്ചധികം വ്യക്തികൾ നിങ്ങളുടെ അച്ഛനോ അമ്മയോ നിങ്ങളുടെ വൈഫോ നിങ്ങളുടെ കൊച്ചിൻ്റെ അമ്മയോ നിങ്ങളുടെ ഒരു പുതുജന്മം ഇവിടെ ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി വന്നവരായിരിക്കാം. അത് കഴിഞ്ഞിട്ട് പ്രശ്നങ്ങളുണ്ടായി പോകുന്നതായിരിക്കാം. അപ്പം സോ മെനി തിങ്സ് ആർ ഫസ്റ്റ് പൈലിൽ ഇഷ്ടംപോലെ സംഭവങ്ങളുള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം നിങ്ങൾ ആ വ്യക്തിയെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ഐ തിങ്ക് കുറേ അധികം ആൾക്കാർ ഹോൾഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഹോൾഡ് ചെയ്ത് വെക്കേണ്ട വ്യക്തി മേ ബി നിങ്ങളത് ചിന്തിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ടായിരിക്കാം. അതിപ്പോഴും ആ വ്യക്തിക്ക് നിങ്ങൾ സ്പേസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ആണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു സത്യമായിട്ട് കാണാൻ പറ്റുന്നത്. ഇത് ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ എനർജി എന്ന് പറയുമ്പോഴത്തേക്ക് അൾട്ടിമേറ്റാണ്, ഹമ്പിളായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഹമ്പിളായിട്ടുള്ള വ്യക്തികളാണ്, മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ അറിയുന്ന വ്യക്തികളാണ്. നിങ്ങളുടെ ലൈഫിൽ ഒരു വാല്യുബിൾ ആയിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ് ഈ ഒരു വ്യക്തി. നിങ്ങൾ ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്ത വ്യക്തി വാല്യുബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും നിങ്ങൾ മേ ബി അതിന് ഭയങ്കരമായിട്ട് പോസിറ്റീവ് ആക്കി എടുക്കാൻ നോക്കുക. അതിന് കാരണം ഇത് നിങ്ങളുടെ ലൈഫിൽ ഒരു ഗുഡ് എക്സ്പീരിയൻസ് ആയിട്ട് തന്നൊരു വ്യക്തികളായിട്ട് എനിക്കിവിടെ കാണാൻ പറ്റുന്നുള്ളൂ. ഇത്രയും കാർഡ് നോക്കിയിട്ടും എനിക്കൊരു നെഗറ്റീവ്സ് എനിക്ക് വലിയ രീതിക്ക് എനിക്ക് ഇവിടെ പറയാൻ പറ്റുന്നില്ല. മേ ബി നെഗറ്റീവ്സ് ഉണ്ടായിരിക്കാം അവർക്ക്, പക്ഷേ ഇതിലിപ്പം എടുത്ത് നിൽക്കുന്ന ഫുള്ള് ഒരു പോസിറ്റിവിറ്റിയാണ്. ഈ ഒരു കാർഡിൽ ഫുള്ള് എടുത്ത് നിൽക്കുന്നത് അവരെക്കുറിച്ച് ആലോചിക്കും. മേ ബി നിങ്ങളിത് കാണുന്നത് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരിക്കാം മേ ബി കാണുന്നത്. മേ ബി ഐ തിങ്ക് എന്നെക്കൊണ്ട് ഇത് പറയിപ്പിക്കുന്നതായിരിക്കാം നിങ്ങളടുത്ത് ഇതിങ്ങനെ ചെയ്യാൻ വേണ്ടി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരെയും നെഗറ്റീവ്സായിട്ട് പറയാൻ പാടില്ല. ഓക്കെ, മേ ബി ഇതൊരു നല്ലൊരു ജെന്യൂൻ ആയിട്ടുള്ളൊരു ട്രസ്റ്റബിൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണ്. ഞാൻ പറയുന്നത് നിങ്ങളെ ട്രസ്റ്റ് ചെയ്യണം. പക്ഷേ ഈ ഒരു വ്യക്തിയുടെ സിറ്റുവേഷൻ, ഈ ഒരു വ്യക്തിയുടെ ക്യാരക്ടറൊക്കെ ഇങ്ങനത്തുള്ള നിങ്ങളുടെ ലൈഫിൽ ഈ വ്യക്തി തന്നൊരു സിറ്റുവേഷനും ട്രോമസ് എല്ലാം ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങളത് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. ആദ്യം തൊട്ടിൽ ഒന്ന് നന്നായിട്ടൊന്ന് കേട്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ കറക്റ്റ് കണക്ഷൻ കിട്ടും. ഞാൻ പറയുന്നതിൻ്റെ കറക്റ്റ് കണക്ഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആദ്യം തൊട്ട് അവസാനം വരെ കറക്റ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ പരിപാടി മനസ്സിലാവും. ഓക്കെ, അപ്പം ഇതിന് പുറമെ ആർക്കെങ്കിലും പേഴ്സൺ റീഡ് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തതാണ്. നിങ്ങൾക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തേക്കാം. അപ്പോൾ അടുത്തായി സെക്കൻഡ് പൈൽ. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന രണ്ടാമത്തെ പൈൽ, അതായത് സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിങ് നമ്മൾ നോക്കാം. അതായത് ഈ ഒരു പിക്ചർ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിങ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുക. ആ ഒരു വ്യക്തി സെക്കൻഡ് പൈൽ നിങ്ങൾ ആരെയാണോ മനസ്സിൽ ചിന്തിച്ചത് ആ ഒരു വ്യക്തിയുടെ സെക്കൻഡ് പൈൽ. ഓക്കെ, അപ്പോൾ സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ കാർഡ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് നോക്കാം. ആ ഒരു വ്യക്തി ഓക്കെ ഓക്കെ അപ്പോൾ സെക്കൻഡ് പൈൽ ഇപ്പോൾ ആ വ്യക്തി നിങ്ങളുടെ കൂടെ ഉള്ള വ്യക്തികളല്ല. ആ ഒരു വ്യക്തി വേറൊരു സ്ഥലത്താണ്, ന്യൂ ഡയറക്ഷനിലാണ്, പുതിയൊരു ഡയറക്ഷനിലാണ് ആ വ്യക്തി നിൽക്കുന്നത്. പക്ഷേ നിങ്ങളെ നിരന്തരമായിട്ട് നിങ്ങളെ ചെക്കൗട്ട് ചെയ്യുന്നുണ്ട്, വാച്ച് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ സമയം നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ ഓരോ മെൻറ്റാലിറ്റി, ഓരോ സിറ്റുവേഷൻസ് നിങ്ങളെ ഭയങ്കരമായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ സമയമായിട്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങളെ ഭയങ്കരമായിട്ട് ചാർജ് ചെയ്ത് നിർത്താനുള്ളൊരു പവറും ആ വ്യക്തിയുടെ കയ്യിലുള്ളതായിട്ടാണ് കുറച്ചധികം ആൾക്കാർ എനിക്കിവിടെ കാണാൻ പറ്റുന്നത്.
ആ വ്യക്തി സ്വീകരിച്ചത് ഒരു ചൂസ് ന്യൂ പാത്താണ്. അതായത് നിങ്ങളുടെ മേ ബി നിങ്ങളുടെ ലൈഫിലുണ്ടായ ആ ഒരു വ്യക്തിക്ക് ഇപ്പം എല്ലാ രീതിക്കുള്ള സിറ്റുവേഷൻസും ഉള്ളതായിട്ട് നിങ്ങൾ ആരെയാണോ ചൂസ് ചെയ്തിരിക്കുന്നത് ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടും ഒരു എന്താ പറയുക, ആ വ്യക്തിക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് പഞ്ചഭൂതങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള കാർമിക് സിറ്റുവേഷനിലായിരിക്കാം, ആ വ്യക്തി പണ്ട് ചെയ്ത നല്ല കാര്യങ്ങളായിരിക്കും, മേ ബി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല കാര്യങ്ങളായിരിക്കാം. അപ്പം ആ വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തി കുറേയധികം നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കുറേയധികം നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നിൽപ്പുണ്ട്, അല്ലെങ്കിൽ പണ്ട് ചെയ്ത സിറ്റുവേഷൻസ് ആയിരിക്കാം ആ വ്യക്തിക്ക് ഈ ഒരു ടൈമിൽ കുറച്ചധികം ഓപ്പർച്യൂണിറ്റീസ് ആ വ്യക്തിയുടെ ലൈഫിൽ കിട്ടുന്നുണ്ട് എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. പക്ഷേ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കുറേ അധികം പാഠങ്ങൾ, കുറേ അധികം സിറ്റുവേഷൻസ്, നിങ്ങളുടെ ഒരു റൂട്ട്, അതായത് നിങ്ങളുടെ ഒരു മരം, നിങ്ങളൊരു മരമാണെന്നുണ്ടെങ്കിൽ ആ ഒരു വേര് ആ വ്യക്തിയായിട്ട് നിന്നൊരു സിറ്റുവേഷൻ ഒരു ടൈം ഉണ്ടായിരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു വ്യക്തി നിങ്ങളെ കുറേ അധികം പ്രശ്നങ്ങളിലോട്ട് തടത്തിവിട്ടു, കുറേയധികം പ്രശ്നങ്ങൾ, ഡൗൺ ഫെയിലിയർ എന്തൊക്കെയാണെന്ന് നിങ്ങളെ പഠിപ്പിച്ചു, ഭയങ്കരമായിട്ടും സിറ്റുവേഷൻ ഡാർക്കായി, ഭയങ്കരമായിട്ടും നെഗറ്റീവ്, ഭയങ്കരമായിട്ടും ഒരു കാട്ടാളിനെ പോലെ നിങ്ങളെ അലച്ചൊരു ടൈം ഉണ്ടായതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ ഒരു വ്യക്തി, നിങ്ങൾ ആരെയാണോ മനസ്സിൽ വിചാരിച്ചത് ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വരാൻ കാരണം പാസ്റ്റ് ലൈഫിലുള്ള ഹീലിംഗ്, കാർമിക് സിറ്റുവേഷൻസ് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് കാണാൻ പറ്റുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ പാസ്റ്റ് ലൈഫിലുള്ള സിറ്റുവേഷൻസ്, മേ ബി നിങ്ങൾ ഈ ഒരു വ്യക്തി നിങ്ങളുടെ അമ്മയായിരിക്കാം, അച്ഛനായിരിക്കാം, നിങ്ങളുടെ ഫ്രണ്ടായിരിക്കാം, നിങ്ങളുടെ ഗുരുവായിരിക്കാം, ആരെയാണോ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ കാരണം എന്ന് പറയുന്നത് ഒരു ഹീൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിലുണ്ടായ കാർമിക് സിറ്റുവേഷൻസൊക്കെ ഹീലാക്കാൻ വേണ്ടിയാണ്. മിക്കവാറും നിങ്ങളത് ഇപ്പോഴും മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അത് റിയലൈസ് ചെയ്യണം. കുറേയധികം ഇമോഷൻസ് ആയിരിക്കാം, കുറേയധികം പ്രശ്നങ്ങളായിരിക്കാം, അതൊരു കാർമിക് സിറ്റുവേഷനിലാണ്. അത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതലും പഠിക്കണം. കൂടുതലധികം സിറ്റുവേഷൻസ് സ്പിരിച്വാലിറ്റിയിൽ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കൂടുതലധികം മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നങ്ങളായിരിക്കാം, സിറ്റുവേഷൻസ് ആയിരിക്കും, ഡാർക്ക് ആയിരിക്കാം. പക്ഷേ നിങ്ങൾ ഈ സമയത്ത് അത് കഴിഞ്ഞിറങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു സംഭവം കഴിഞ്ഞിറങ്ങുന്ന സമയത്ത് കുറേ അധികം സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ വന്നതാണ്. മേ ബി നിങ്ങളൊരു പാർട്ട്ണർ ആയിരിക്കാം, നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഈ ഒരു വ്യക്തി ജെനുവിൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജെനുവിൻ ആണെന്ന് പറയാം. കാരണം ആ വ്യക്തി ആയിട്ടായിരിക്കത്തില്ല അതൊന്നും ചെയ്തത്, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ വിചാരിച്ചിരുന്ന വ്യക്തി ആയിരിക്കത്തില്ല നിങ്ങളുടെ ലൈഫിൽ ഇതൊക്കെ കൊണ്ടുതന്നത്. മേ ബി ഇതൊരു നിങ്ങളുടെ ഒരു മദർ എനർജി ആയൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ, ഭയങ്കരമായിട്ടും കാർമിക് സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പ്രോപ്പർ പ്രപഞ്ചമായിട്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷനിൽ കൊണ്ടെത്തിക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഇത് ചെയ്യിപ്പിക്കുന്നതായിട്ട്. കാരണം നിങ്ങളെ കൊണ്ട് കുറേയധികം ആവശ്യമുണ്ട് ഒരു ന്യൂ ഏജ് സ്പിരിച്വാലിറ്റി, അല്ലെങ്കിൽ കുറച്ചധികം ആൾക്കാരുടെ സിറ്റുവേഷൻസ്, നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ, പാസ്റ്റ് ലൈഫ് കാർമിക്കൊക്കെ ഹീൽ ചെയ്തതിന് ശേഷം പുതിയൊരു ലൈഫ് സ്റ്റൈൽ, പുതിയൊരു നല്ലൊരു കാർമിക് സിറ്റുവേഷൻ, അല്ലെങ്കിൽ നല്ലൊരു ടൈം നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടുള്ളൊരു ടൈമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളിൽ കുറേയധികം ഈ ഒരു സമയത്ത് കുറേയധികം ആൾക്കാർ, അല്ലെങ്കിൽ കുറേയധികം സിറ്റുവേഷനിൽ ഇൻജക്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ കുറേ അധികം ട്രോമാസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, കുറേ അധികം പ്രശ്നങ്ങൾ, കുറേ അധികം സിറ്റുവേഷൻസ്, കുറേ അധികം കുറേ അധികം മുതലെടുത്തിട്ടുണ്ട്, കുറേ ഭയങ്കരമായിട്ട് നിങ്ങളെ ഡാർക്ക് നൈറ്റ് ഓഫ് സോളിൽ കൊണ്ടിട്ടിട്ടുണ്ട്. നിങ്ങളുടെ ഒരു മക്കളുടെ വൈഫായിരിക്കാം, അത് നിങ്ങളുടെ ഹസ്ബൻഡായിരിക്കാം, ഈ ഒരു വ്യക്തി നിങ്ങളുടെ റിലേഷനിലായിരിക്കാം. പക്ഷേ ഈ ഒരു വ്യക്തി, അല്ലെങ്കിൽ നിങ്ങൾ ഇത് മനസ്സിലാക്കുന്ന വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിയുടെ അടുത്ത് എത്തുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ വന്നാലും ഭയങ്കര കംഫർട്ടാണ്, നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി ഒരു വ്യക്തി, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര കംഫർട്ടായി മാറുന്നൊരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. കാരണം ഭയങ്കരമായിട്ടൊരു മദർ എനർജി ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഭയങ്കര കംഫർട്ടായിട്ട് കാണാൻ പറ്റുന്നു, ഒരു പീസ്ഫുള്ളായിട്ടുള്ളൊരു എനർജിയിലോട്ട് ട്രാൻസ്ഫർമേഷൻ ആവുന്ന കാണാൻ പറ്റും. ഈ വ്യക്തിയുടെ അടുത്ത് ആരെത്തിക്കഴിഞ്ഞാലും ആ വ്യക്തിയുടെ എനർജി ആയിട്ട് ട്രാൻസ്ഫർമേഷൻ ആവുന്ന ഒരു കാര്യം മെയിൻലി കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ടേക്ക് ചാർജ്, അതായത് ഈ വ്യക്തിയുടെ അടുത്തുള്ള, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ കൂടെയുള്ള ആൾക്കാരൊക്കെ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കും. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് നിങ്ങൾ ഈ വ്യക്തിയെ മനസ്സിലാക്കേണ്ടതെന്ന് പറയുമ്പോഴത്തേക്കും ഈ വ്യക്തി കുറേയധികം ട്രാവൽ ചെയ്യുന്ന വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ആ ടൈം വ്യക്തി കുറേയധികം ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിട്ടും ഈ ഒരു ടൈം കാണാൻ പറ്റുന്നുണ്ട്. ട്രാവൽ ചെയ്യാൻ ആഗ്രഹമുള്ള വ്യക്തിയായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. പഠിത്തത്തോട് ഭയങ്കരമായിട്ടും ആക്രാന്തമുള്ള ഒരാളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ നോളജ്, എത്ര തന്നെ നോളജ് കിട്ടിയാലും അതിനെ എടുത്തെടുത്ത് പഠിക്കുന്ന, കീറി മുറിച്ച് ഓരോരോ കാര്യങ്ങളായിട്ട് റിയലൈസ് ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിയായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. ഇറ്റ്സ് എ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഇൻറ്റ്യൂഷൻ, അൾട്ടിമേറ്റ് ആയിട്ടുള്ള ബുദ്ധിയുള്ള ഭയങ്കര വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ആ വ്യക്തിയിൽ ഭയങ്കരമായിട്ടും ഫോക്കസ് ആയതുകൊണ്ട് തന്നെ ട്രസ്റ്റ് ഭയങ്കരമായിട്ടും ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള ട്രസ്റ്റ് ഉള്ള വ്യക്തിയായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. ഇന്നർ സ്ട്രെങ്ത് മുന്നേ തന്നെ കൊച്ചിലെ തന്നെ കുറേ അധികം കാര്യങ്ങൾ, അനുഭവങ്ങൾ, സിറ്റുവേഷൻസ്, പാഠങ്ങളൊക്കെ പഠിച്ചത് കൊണ്ട് ഇന്നറിലെ തന്നെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അതിലോട്ട് പോകാനുള്ളൊരു കഴിവ് കൂടി നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. പുറമേ കാണുന്ന വ്യക്തികൾക്ക് റൂട്ടഡ് ആയിട്ട് കാണുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടും ഡൗൺ ആയിട്ടും ആ വ്യക്തിയെ വിലയിരുത്തുകയാണെന്നുണ്ടെങ്കിൽ ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ്. നിങ്ങൾ എത്ര വിലയിരുത്തി കഴിഞ്ഞാലും ആ വ്യക്തിയുടെ സോളിനുള്ളൊരു പവറുണ്ട്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ
ഇന്നറിനുള്ളൊരു പവർ കാണാൻ പറ്റുന്നുണ്ട്. അത് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് ചെയ്യാനും കാര്യങ്ങൾ ഫോഴ്സ്ഫുള്ളായിട്ട് ചെയ്യാനും. ഇപ്പം ഒരു ഇവൻറ്റ് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഇവൻറ്റ് എങ്ങനെ ചെയ്യണം. ഇപ്പോൾ ഒരു കല്യാണം വന്നു കഴിഞ്ഞാൽ ആ കൊച്ചി തന്നെ പോയിട്ട്, അല്ലെങ്കിൽ ആ ഒരു കുട്ടി അല്ലെങ്കിൽ ആ ഒരു വ്യക്തി തന്നെ പോയിട്ട് കല്യാണമൊക്കെ സ്വന്തമായിട്ട് നടത്താനുള്ള പണം ഒപ്പിച്ച് എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റുന്നൊരു വ്യക്തി, ഒരു ലേഡി ആയിട്ട് ചെറുപ്രായത്തിൽ തന്നെ അങ്ങനെയൊക്കെയുള്ളൊരു കഴിവുള്ളൊരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ആൾക്കാരെ ഭയങ്കരമായിട്ടും സ്നേഹിക്കാൻ അറിയുന്ന, ആൾക്കാരെ ഭയങ്കരമായിട്ടും സ്നേഹിക്കാൻ കഴിവുള്ള, ഭയങ്കര നല്ലൊരു മനസ്സിനുടമയായിട്ട് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ പോലും ജെനുവിൻലി ആ വ്യക്തിയെ കാണുന്ന സമയത്ത് ആൾക്കും അങ്ങനെ തോന്നില്ല. ആ വ്യക്തിയെ കാണുന്ന സമയത്ത് ആരും അങ്ങനെ ആ വ്യക്തിയോട് അടുക്കാൻ ചാൻസ് ഇല്ല എങ്കിൽ പോലും ആ കൂടുതൽ അടുക്കുന്ന ടൈമിൽ വിട്ടുപോകാനും ഭയങ്കര പാടായിട്ട് കാണാൻ പറ്റുന്നൊരു വ്യക്തിയായിട്ടാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. കുറേ അധികം ഡൗൺ ഫെയിലിയർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങളുടെ പേടി, നിങ്ങൾ ഈ സമയത്ത് നിങ്ങളുടെ ഡിസയർ എന്താണ്, നിങ്ങളുടെ പേടി, നിങ്ങളെ നിങ്ങളാക്കി മാറ്റാൻ പറ്റി, അല്ലെങ്കിൽ നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വന്നതായിരിക്കാം. കുറച്ചധികം ആൾക്കാരുടെ സിറ്റുവേഷൻസ് അങ്ങനെയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ കുറേ അധികം ആൾക്കാരുടെ സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ ഉള്ളിലെ ലവ്, നിങ്ങളുടെ ഉള്ളിലെ ക്രിയേറ്റിവിറ്റി, നിങ്ങളുടെ ഉള്ളിലെ സെക്ഷൽ, അതിനെ ഉത്തേജിപ്പിക്കാൻ വന്ന വ്യക്തികളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ കുറച്ചധികം കാര്യങ്ങൾ പറയുന്നത് വെച്ചുമ്പോഴത്തേക്കും നിങ്ങളുടെ ഉള്ളിലെ ക്രിയാരിറ്റി, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ ഒരു സേഫ് സോൺ, അത് പൊട്ടിക്കാൻ വേണ്ടി വന്ന ആൾക്കാരായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളെ ഭയങ്കരമായിട്ടും ഉപദേശിക്കുന്ന ഒരു വ്യക്തിയായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. എനിക്കിവിടെ കാര്യങ്ങളിലൊക്കെ തലയിട്ട്, നിങ്ങളുടെ കാര്യങ്ങളിൽ തലയിട്ട് നിങ്ങളുടെ എനർജി ലോസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നില്ല. നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഇടപെട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൈപിടിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് കുറച്ചധികം ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട്. പാസ്റ്റ് ലൈഫ് കാർമിക് സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ കുറേ അധികം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. മേ ബി ഈ ഒരു വ്യക്തി ആയിരിക്കത്തില്ല, ഈ വ്യക്തിയുടെ സോളായിരിക്കാം നിങ്ങളുടെ അടുത്ത് പെരുമാറുന്നത്. മേ ബി ഭയങ്കരമായിട്ടും റൂഡായിട്ട് പെരുമാറി കാണാം, റൂഡ് സിറ്റുവേഷനിൽ കൊണ്ടെത്തിച്ച് കാണാം നിങ്ങളെ വ്യക്തി. ഭയങ്കരമായിട്ടും നിങ്ങൾ ആഗ്രഹിച്ച പോലത്തുള്ള ലൈഫ് ആയിരിക്കത്തില്ലായിരിക്കും ആദ്യം തൊട്ട് അവസാനം വരെ നിങ്ങൾ ചിന്തിച്ചപ്പോൾ കിട്ടി കാണുന്നുള്ള. ഭയങ്കരമായിട്ടും നിങ്ങളെ ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ളൊരു എഫക്റ്റിലോട്ടൊക്കെ നിങ്ങളെ ചിന്തിപ്പിച്ച്, അല്ലെങ്കിൽ നിങ്ങളെയൊക്കെ അങ്ങനത്തെ ഒരു എനർജിയിലോട്ട് ഡാർക്കിലോട്ട് കൊണ്ടിരുത്താൻ പറ്റിയ ഒരു സിറ്റുവേഷനിലോട്ട് ഡയറക്ഷനിലോട്ട് പോയിട്ടുള്ളൊരു ടൈമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഈ വ്യക്തി. കാരണം കുറേ അധികം എൻജോയ്മെൻറ്റ്, കുറേ അധികം ഡീപ്പായിട്ടുള്ള റിവാർഡ് നിങ്ങൾക്ക് ഈ ഒരു ടൈം, അല്ലെങ്കിൽ ഈ ഒരു ടൈം ആ വ്യക്തിയുടെ ലൈഫിൽ കിട്ടുന്നതായിട്ടും, അതിന് പുറമെ നിങ്ങൾക്ക് അതിന് വേണ്ടിയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. ഇറ്റ്സ് എ ഡിവൈൻ പ്ലാൻ, ഫുള്ളി ചാർജ്ഡ് ഓൺ ഡിവൈൻ പ്ലാൻ. ഇത് ഡിവൈൻ പ്ലാൻ ആയതുകൊണ്ട് തന്നെ ഇതിനെ മറികടക്കാനോ ഇതിനെ എതിർത്ത് നിൽക്കാനോ ആർക്കൊന്നും പറ്റില്ല. ഞാൻ പറഞ്ഞില്ല, ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആരുമായിരിക്കാം, ആ ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടി കുറേ അധികം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, കുറേ അധികം ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടു തന്നിട്ടുണ്ട്. ഈ വ്യക്തിയുടെ കൈക്കൊരു പവറുണ്ട്, ഈ വ്യക്തിയുടെ കണ്ണിനൊരു ഭയങ്കര പവറുണ്ട്. അത് നിങ്ങൾ മെയിൻലി മനസ്സിലാക്കണം. മുടിക്കൊരു പവറുണ്ട്. ഈ വ്യക്തി ഭയങ്കരമായിട്ടുള്ളൊരു കുറേ അധികം ആൾക്കാരുടെ സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ടുള്ളൊരു പാവം വ്യക്തി. പക്ഷേ കുറച്ചധികം ആൾക്കാരുടെ സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എന്താ പറയുക, ഒരു വൾഗർനെസ്, ഭയങ്കരമായിട്ട് ലോ എനർജി, ഭയങ്കരമായിട്ട് നിങ്ങൾക്കൊട്ട് പറ്റാത്തൊരു വ്യക്തിയായിട്ട് ചില ആൾക്കാർ നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. അത് ഓക്കെ, നിങ്ങളുടെ ഒരു മെൻറ്റാലിറ്റി, അല്ലെങ്കിൽ നിങ്ങൾ മേ ബി അങ്ങനെ ആയിരിക്കാം കേട്ടോ. അപ്പം ജഡ്ജ്മെൻറ്റ്, അതായത് ഈ ഒരു വ്യക്തി ഒരു രാജാവാണ്, ഭയങ്കര അഹങ്കാരമുള്ളൊരു വ്യക്തിയാണ്, ഭയങ്കര അഹംഭാവമുള്ളൊരു വ്യക്തിയായിട്ട് കുറച്ചധികം ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട് എനിക്കിവിടെ. ആ വ്യക്തിയുടെ ക്യാരക്ടർ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സിറ്റുവേഷൻ ഭയങ്കരമായിട്ടൊരു അഹംഭാവമൊക്കെയുള്ളൊരു സിറ്റുവേഷനായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരേണ്ട ഒരു വ്യക്തിയാണ്. കൺഫേം നിങ്ങളുടെ ലൈഫിൽ എന്തായാലും വരണം എന്ന്, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തരാൻ വേണ്ടി നിങ്ങളുടെ ലൈഫിലോട്ട് എന്തായാലും ഈ ഒരു വ്യക്തി വരേണ്ട ഒരു കാര്യമായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതേപോലെ തന്നെ ഈ ഒരു സിറ്റുവേഷനിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു ഒരു ഡിവൈൻ കണക്ഷൻ, ഒരു ഡിവൈൻ പവർ നിങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ടാണ് ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാൻ ചാൻസ്. മേ ബി നിങ്ങളുടെ പാസ്റ്റ് ലൈഫിലുള്ള വ്യക്തിയുടെ ആഗ്രഹം സാധിക്കാനായിട്ടായിരിക്കും നിങ്ങൾ ഈ ലൈഫിലോട്ട് വന്നേക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഒരു പവറുണ്ട്, അൾട്ടിമേറ്റ് നിങ്ങളുടെ കൂടെ ഒരു പവർ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ അതെല്ലാം ചെയ്യിപ്പിക്കണം. നിങ്ങളൊരു ഫാൻറ്റസി വേൾഡിൽ ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഫാൻറ്റസി വേൾഡിൽ ജസ്റ്റ് നിങ്ങൾ ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, റിയലൈസേഷൻ ആവും നിങ്ങൾക്ക് എന്താണ് ഈ ഒരു സംഭവത്തിൽ നിങ്ങൾക്ക് കത്തുന്നത്. കുറേയധികം ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു സംഭവം കത്തുന്നുണ്ട്, പക്ഷേ എന്താണെന്ന് റിയലൈസ് ചെയ്യാൻ പറ്റുന്നില്ല, എന്തൊക്കെയാണെന്ന് മനസ്സിലാവാത്തൊരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പുറമെ പേഴ്സണൽ റീഡിങ് എടുക്കാവുന്നതാണ്. അപ്പം ഞാൻ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആരെങ്കിലും പേഴ്സണൽ റീഡിങ് താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ബൈ, എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിലായിട്ട് കാണാം. ഓക്കെ, സോറി, ജസ്റ്റ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഒരു ചൂസ് ന്യൂ പാത്തും കൂടെ തരാൻ വേണ്ടി വന്നൊരു വ്യക്തിയാണ് കേട്ടോ. നിങ്ങളുടെ ലൈഫ് ടോട്ടലി ചേഞ്ച് ആക്കാമെന്നൊരു വ്യക്തിയാണ്. അപ്പം നിങ്ങൾ അതും കൂടെ ഒന്ന് മനസ്സിലാക്കണം. നിങ്ങൾ ജസ്റ്റ് റിയലൈസ് ചെയ്താൽ നിങ്ങൾ മനസ്സിലാവും ഭയങ്കര പവർഫുള്ളാണ്. ഓക്കെ, ബൈ, അടുത്ത വീഡിയോയിലോട്ട് കാണാം. ടാറ്റ.